അള്ളാഹുവിനെ സ്നേഹിക്കുക. പലരും അത്ഭുതത്തോടെയായിരിക്കും ഈ വാചകം കേൾക്കുന്നത്. കാരണം ഈ വാചകം അധികമാരും പരാമർശിക്കാറില്ല. പലരും പരാമർശിക്കാറുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയും ആവശ്യകതയെയും കുറിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ച് മിക്കപ്പോഴും നാം കേൾക്കാറുള്ളത് ഭയപ്പെടേണ്ട ശക്തിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ ഭയമാണ് മനസ്സിൽ നിറയുക, സ്നേഹമല്ല. എന്നാൽ വാസ്തവം എന്താണ്? നമ്മുടെ പരിധിയില്ലാത്ത സ്നേഹം നൽകപ്പെടേണ്ടത് അള്ളാഹുവിനാണ്. അതായത് സർവ്വ മനുഷ്യരെക്കാളും നാം സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണ്. എന്നാൽ സർവ്വ സൃഷ്ടികളെക്കാളും നാം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. കാരണം നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും ദാതാവ് അള്ളാഹുവാണ്. ഇത് പറയുമ്പോൾ നമ്മിൽ ഉയർന്നേക്കാവുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് നാം അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്? ഉത്തരം വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിങ്ങനെ: നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുവീൻ. അതായത് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക, അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറുക. ഇതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ സ്നേഹം നമുക്ക് ലഭ്യമാക്കുന്ന നേട്ടമെന്തായിരിക്കും? അത് ഖുർആൻ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിതാണ്: അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. ആലോചിക്കുക, ഇതിലപ്പുറം എന്തു നേട്ടമാണ് ഒരു വിശ്വാസിക്കു ലഭിക്കേണ്ടത്?